ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇരുന്നോളി. നിങ്ങൾക്കൊരു മുഷ്പേരുണ്ടോന്ന് തോന്നലിങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ റഹ്മത്ത് ബീവി ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കൊന്നും തോരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നമ്മൾക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞൊരു 80 കൊല്ലം അൽഹംദുലില്ലാ സുഖമായിട്ടുണ്ട് പറഞ്ഞു. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, വർഷം 80 റഹ്മത്ത് സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോലെ 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലതുപൈനനാ. ഒരു 80 കൊല്ലം ഇടങ്ങാറാകാതെ അയ്യൂബ് തോർക്കൂലെന്ന് പറഞ്ഞു സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. ശരീരം ഇങ്ങനെ തൊടാൻ പറ്റാത്ത അസുഖം പിടിച്ചിട്ട് മഹ്ശറിൽ വരുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുമെന്നാണ്, അള്ളാഹുവേ രോഗം കൊണ്ട് ആകെ ഇടങ്ങാറായിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നേരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ചോദിക്കുമത്രേ, എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അള്ളാഹു ചോദിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സബ്ർ വേണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ എളിമയായ ജീവിതം വേണം ഒരു മനുഷ്യന്. മൂസാ നബിൻ്റെ എളിമയായ ജീവിതം, ഭയങ്കര വിനയുള്ള മനുഷ്യനെ കണ്ടാൽ ഗാംഭീര്യമാണ്, പെരുമാറിയാൽ എളിമയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്വഭാവം. കണ്ട ഭയങ്കര സംഭവമാണ്, എന്നാൽ പെരുമാറിയാലോ. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു തൻ്റെ ത്വരീഖത്തുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ എളിമകളെ കുറിച്ച്, വിനയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിനയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മഹാനവറുകൾ വിനയത്തിനെതിരെയുള്ള അഹങ്കാരത്തെ കുറിച്ച് എണ്ണുന്നു. 10 തരം അഹങ്കാരങ്ങൾ. 10 തരം അഹങ്കാരമുണ്ട്. മാലിലെ അഹങ്കാരം, ഇൽമിലെ അഹങ്കാരം, ആയുസ്സിലെ അഹങ്കാരം, ഭാര്യയിലെ, മക്കളിലെ, അങ്ങനെ എണ്ണി എണ്ണി അവസാനത്തെ 10ാമത്തെ അഹങ്കാരം വിനയത്തിലെ അഹങ്കാരമാണ്. എനിക്കിപ്പോൾ അൽഹംദുലില്ലാ വിനയുണ്ടല്ലോ എന്ന് തോന്നിയാൽ അതാണ് ഏറ്റവും വലിയ അഹങ്കാരമെന്ന് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് വിനയത്തിലെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ. ഷെയ്ത്താൻ നമ്മളെ അടുത്തേക്ക് ഫോൺ ചെയ്തിട്ട്, അലോ ഞാൻ ഷെയ്ത്താനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നൊന്നും പറഞ്ഞു വരില്ല. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഔസല്ലാദമിൻ്റെ അടുക്കൽ ഷെയ്ത്താൻ വന്നൊരു ദിവസം, ലാനത്തുല്ലാഹി അലൈഹി. ഷെയ്ത്താൻ്റെ ഒരു പ്രത്യേകത, ഓനെ കുറ്റം പറഞ്ഞത് ഓന് ഇഷ്ടമാണ് എന്നാണ്. അതുകൊണ്ട് ലാനത്തുല്ലാഹി അലൈഹി ചൊല്ലിക്കോളി. ഷെയ്ത്താൻ ലാനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് ഒരിക്കൽ ഔസല്ലാദമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ശബ്ദം അങ്ങനെ കേൾക്കുകയാണ്, യാ മുഹിയുദ്ദീൻ അഹ്ലൽതു ലക്കൽ ഹറാമ കുല്ലഹ, ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ ഹറാമുകളും ഹലാലാണ് കേട്ടോ. അപ്പം അങ്ങനെ അതെനിക്ക് തോന്നിയത് ഇക്കാര്യം നേടി മൂപ്പരിങ്ങനെ ഒന്നുകൂടി ആണ്ട് പോയി. രണ്ടാമതും കേട്ടു, യാ മുഹിയുദ്ദീൻ അഹ്ലൽതു ലക്കൽ ഹറാമ കുല്ലഹ. പിന്നെയും കണ്ട് പോയപ്പോ വീണ്ടും അശരീരി കേട്ടു. അപ്പം മഹാനവറുകൾ പഠിച്ചോനെ ഇത് അള്ളാഹിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് കരുതിയിട്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിങ്ങനെ കണ്ണോടിച്ചു. 1,24,000 അമ്പിയാക്കൾ വന്നിട്ട് ആർക്കെങ്കിലും ഹറാം ഹലാലാക്കിയിട്ടുണ്ടോ? ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോ അവർ, ഒരു ചൊൽമുഹദലായി 3 കാത്തോ അവർ. നോക്കിയപ്പോ ആർക്കുമില്ല. അപ്പോൾ മഹാനവർകൾ പറഞ്ഞു, പോട ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി, അവിടെ നിന്ന് ആളെ ഷിപ്പാക്കാൻ വന്നിക്കല്ലേ അറിഞ്ഞ ആട്ടി. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് മൂപ്പര് നേരങ്ങത്തിലുള്ള വൈക്ക് കൂടി ഇങ്ങനെ വരുന്നു. വന്നിട്ട് പറഞ്ഞു, മുഹിയുദ്ദീൻ ഷെയ്ഖ് നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ പറഞ്ഞു. എന്തേ ചോദിച്ചു. ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ ഷിപ്പാക്കിയിട്ടുണ്ട്, നിങ്ങൾ അതിലും പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹൗസുല്ലാദം പറഞ്ഞു, പരിപാടി മനസ്സിലായി, സ്ഥലം വിട്ടോ പറഞ്ഞു. എന്നാൽ അത് പറഞ്ഞിട്ട് ഷിപ്പാക്കാൻ വരികയാണ് അടുത്ത പരിപാടി. 10,000 പ്രാവശ്യം ഇബ്ലീസ് ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഓൻ കേട്ടില്ലെങ്കിൽ ഇവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നവനല്ല പിശാച്. 10,001 പ്രാവശ്യം വീണ്ടും പറയാൻ വേണ്ടി വരുന്നവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് ശരിക്ക് ബോധം ഉണ്ടായിരിക്കണം.
ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവൻ ആദ്യമായി പിടികൂടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിനയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനയം എന്ന് പറഞ്ഞാൽ ശരിക്കും വിനയം പറഞ്ഞതുകൊണ്ട് വാക്കിലെ വിനയല്ല, മനസ്സിലെ വിനയമുണ്ടെന്നൊരു മനുഷ്യൻ്റെ മനസ്സ് അവനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ്റെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിച്ച് കാണുകയും വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗുണം, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗുണമായിരുന്നു സഞ്ചാരം. വസ്സിയാഹത്തു ലി സയ്യിദിന ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്രാ ഗുണം, യാത്ര ചെയ്യാനുള്ള താല്പര്യവും തയ്യാറും ഒരു ലീഡർക്കുണ്ടായിരിക്കണം. ഭയങ്കര യാത്രക്കാരനാണ് സയ്യിദിന ഈസാ അലൈഹിസ്സലാം, യാത്രക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിനയവും ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്രയും ചരിത്രത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവരൊക്കെ യാത്രക്കാരായിരുന്നു എന്ന് കാണാൻ പറ്റും. ഒരുപാട് നമുക്ക് മനസ്സിൽ വരുന്ന കുറേ ആൾക്കാർ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ യാത്രക്കാരനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ദീൻ പ്രചരണത്തിന് വേണ്ടി വന്ന ആൾക്കാരൊക്കെ യാത്രക്കാരാണ്. പഴയകാലത്ത് യാത്ര പോവുക എന്നത് ദഅവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറഞ്ഞ ആള് മഹാനവറുകളുടെ ഖബറുള്ളത് എടപ്പാള് ചങ്ങരംകുളത്തിനടുത്ത് പുറങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലാണ്. പുറങ്ങിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ മഹാനവറുകളുടെ ഭാര്യ അക്കാലത്ത് ഫത്തുൽ മൊയ്ൻ ദർസ് നടത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഭാര്യൻ്റെ ദർസ് മുടക്കണ്ടെന്ന് കരുതിയിട്ട് ഭാര്യയുടെ നാട്ടിൽ താമസിച്ചതുകൊണ്ടാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി എന്ന് പേരിട്ടുണ്ടായ കാരണം. എല്ലാവരും യാത്രക്കാരായിരുന്നു എന്ന് കാണാൻ പറ്റും. ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ദീനിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര ദീനി ദഅവത്തിലെ ലീഡർഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വൽ ഫഖ്റു ലി സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്കനത്ത് ഫഖ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുള്ള ഫഖർ അല്ല, അത് മിസ്കീൻ എന്ന അർത്ഥത്തിലുള്ള ഫഖറാണ്. കാരണം മിസ്കീനാവാൻ വേണ്ടിയാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനൻ വഅമിതിനി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ. ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറത്തിലെത്തുമ്പോ എന്നെ മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാന്ന് ഹബീബുന ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തു വാങ്ങി മിസ്കീന്റെ സ്ഥാനം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു വാങ്ങി മിസ്കീന്റെ സ്ഥാനം. മിസ്കീന്റെ സ്ഥാനം എല്ലാവരും ആഗ്രഹിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മസ്കനത്ത്. ദുആക്ക്, ഇത്തരമുള്ള ദുആക്ക് ഇജാബത്തുള്ള വിലായത്തില്ലാത്ത ഔലിയാഇന്റെ സ്ഥാനമാണ് മിസ്കീനിനുള്ളത്. ഔലിയല്ല, പക്ഷേ ഔലിയാഇന്റെ സ്ഥാനത്താണ്. ദുആക്ക് ഇജാബത്തുള്ളവനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കന്മാരും മിസ്കീന്മാരായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധ്യമാവും. അതുകൊണ്ട് മസ്കനത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത്യാവശ്യത്തിനുണ്ട്, ഏറെയില്ല, അതാണ് മിസ്കീൻ എന്ന് പറഞ്ഞാൽ. എടുത്തൊക്കെ ഒന്നുമില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ്, പക്ഷെ മരിച്ചപ്പോൾ മക്കൾക്ക് ഒരുക്കം മുതലില്ല. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നു എന്നതിനേക്കാൾ ജീവിച്ച് കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കുറേ ഫിലോസഫികളല്ല. ഇസ്ലാമിനെ രണ്ട് തരത്തിൽ പഠിക്കാൻ പറ്റും. ഒന്ന്, ആയത്ത് ഹദീസ് ഖിയാസ് താരീഖ് ഒക്കെ കൂടിയും പഠിച്ചാൽ ഇസ്ലാം കിട്ടും. രണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിച്ചാൽ ഇസ്ലാം കിട്ടും. അതാണ് ഇസ്ലാം.
അതാണ് കറക്റ്റ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ തത്വങ്ങൾ പ്രായോഗികമായ ജീവിതമാണ്. അതുകൊണ്ട് തത്വങ്ങളിൽ നിന്നാൽ പോരാ, ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പറ്റണം. ഗൗസുൽ-ആദം എണ്ണിയ 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദാനശീലം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ റിള എന്ന് പറയുന്ന സംതൃപ്തി. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ മിതമായ സംസാരം, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ, ആവശ്യത്തിന് മാത്രം വർത്താനം പറയാ എന്ന ശീലം. യഹ്യ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖറബത്ത് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ആളായിരിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ICUവിൻ്റെ 2ാമത്തെ തത്വമാണ് ആവശ്യത്തിന് മാത്രം ജനങ്ങളുമായി സഹവാസം. അങ്ങാടിയിൽ നിൽക്കുന്നതിനൊരു കാരണം വേണം, വീട്ടിൽ നിൽക്കുന്നതിന് കാരണം വേണ്ട. ഒരാൾ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താണോ ഇവിടെ അങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പം അങ്ങോട്ട് പോകുന്നു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ പോരാനുള്ള സ്ഥലമല്ല അങ്ങാടി. അങ്ങാടിയിൽ നിൽക്കുമ്പോൾ അതിനൊരാവശ്യം വേണം. അത് അവനും കാണുന്നവനും ബോധ്യപ്പെടണം. എന്താ ഇവിടെ അങ്ങ് നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിൽ? ഒന്നുമല്ല, മീൻകാരൻ വരാണ്ടാവുകൊണ്ട് കാത്തിക്കുകയാണ്. അപ്പം കേൾക്കണമെന്നും തോന്നണം, അത് ശരി തന്നെ. മീൻകാരൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ആ ചങ്ങായി പോണോ വഴിക്ക് പോയാൽ പിന്നെ മീൻ കിട്ടൂല. കേൾക്കുന്നവന് മനസ്സിലാവണം ഇതിവിടെ നിൽക്കേണ്ട കാരണം തന്നെയാണെന്ന്. അതിനാണ് അങ്ങാടിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഒരു പണിയില്ലെങ്കിൽ നിൽക്കേണ്ട സ്ഥലം വീടാണ്, അല്ലാതെ അങ്ങാടിയല്ല. അത് വീടാണ്. അതുകൊണ്ട് മനുഷ്യരുമായി ആവശ്യത്തിനുള്ള സഹവാസം, അതാണ് വൽ ഖറബത്തു ലി സയ്യിദിന യഹ്യ അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ ഖറബത്ത്. വസ്സൂഫു ലി സയ്യിദിന മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ എളിമയായ ജീവിതം. വസ്സിയാഹത്തു ലി സയ്യിദിന ഈസ അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ സഞ്ചാരം. വസ്സബ്റു ലി സയ്യിദിന അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ക്ഷമാശീലമാണ്. വൽ ഫഖ്റു ലി സയ്യിദിന വഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മസ്കനത്ത് മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിക്കാനുള്ള താല്പര്യം. ഇത്രയുമാണ് അമ്പിയാക്കളെ ചർച്ച ചെയ്തുകൊണ്ട് മഹാനായ ഗൗസുൽ-ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ലീഡർഷിപ്പിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എണ്ണിയിട്ടുള്ളത്. ICUവിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്ത് ഗൗസുൽ-ആദമിൻ്റെ വേറെ 14 തിയറികളിൽ നിന്ന് ഒന്ന് അതിലെടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്ന ശീലം. അത് ഈ 8 പെടാത്തൊരു കാര്യം ICUവിലുണ്ട്. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കട്ടൻ ചായ കൊണ്ടുപോയി മേശമ്മ വെക്കും. രോഗി ചോദിച്ചെങ്കിലേ കൊടുക്കൂ, അല്ലെങ്കിൽ കൊടുക്കൂല. ചോദിച്ചാൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കൂല. അല്ലെങ്കിൽ കുറേ നേരം അവിടെ വെച്ചിട്ട് ചൂടാറുമ്പോൾ അമ്മക്കനും തരിക, കൊടുക്കൂല എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം ഭക്ഷണം എന്ന ശീലം ഒരു മനുഷ്യനുണ്ടായിരിക്കണം. ഈ സ്വാധീനവും ഭക്ഷണവും ഒരുമിച്ചിരിക്കൂല എന്നാ. സ്വാധീനവും ഭക്ഷണവും, മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. സ്വാധീനം, ഭക്ഷണം, വികാരം, 3 കാര്യം കൂടി ഒരുമിച്ചിരിക്കൂല എന്നാ. അതായത് ഭക്ഷണം കുറക്കുന്നവനെ സ്വാധീനം കൂടുതലുണ്ടായിരിക്കുള്ളൂ. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള എല്ലാ മനുഷ്യന്മാരും പരിശോധിച്ച് നോക്കൊണ്ടു, അവർ ഭക്ഷണം കുറഞ്ഞവരായിരിക്കും. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഏത് മനുഷ്യന്മാരെ നമ്മൾ പരിശോധിച്ചാലും അവർ ഭക്ഷണം കുറഞ്ഞവരായിരിക്കും എന്ന് കാണാൻ വേണ്ടി പറ്റും. ഒരുപാടുണ്ടാവും, പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ. ഭക്ഷണം കുറക്കുക എന്നത് സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് എല്ലാ വിഷയത്തിലും അദബും മര്യാദയുണ്ട്. മുഴുവൻ അദബും മര്യാദയും പോവുക ഭക്ഷണത്തിൻ്റെ അടുത്തിൻ്റെ എത്തിയാലാണ്. ഭക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളെ പോലും നമ്മൾ വെറുതെ വിടൂല. ഭക്ഷണത്തിനെ കുറിച്ച് ഒരാൾ വയത് പറഞ്ഞാൽ മൂപ്പര് കല്യാണത്തിന് വരുമ്പോൾ നമ്മളെ മറ്റേ ആൾ വരുന്നുണ്ട്, മൂപ്പർക്ക് പിന്നെ തിന്നാൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ മൂക്കറ്റ അടിച്ചു വിടും. അങ്ങനെയാണ്. ബാംഗ്ലൂർ പോയിട്ട് വേറെ ഗുളിക കിട്ടുമെങ്കിൽ വാങ്ങിക്കൊടുന്ന് കുടിക്കാൻ റെഡിയാണ്. എന്നാലും ഭക്ഷണത്തിന്മേൽ തൊട്ട് കളിക്കാവുന്ന ഒരു വൈദ്യനെയും നമ്മൾ അനുവദിക്കൂല. അത് നമ്മളൊരു തിയറിയാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയണത്. ഭക്ഷണത്തോടൊപ്പം സ്വാധീനം ഇരിക്കൂല, ഭക്ഷണത്തോടൊപ്പം വികാരവും ഇരിക്കൂല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനിസ്തതാ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ബാഅത്തിന് കഴിഞ്ഞാൽ അവൻ വിവാഹം ചെയ്യട്ടെ. ബാഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ബാഅത്ത് എന്നാണ് പറയാ.
വസ്ത്രം, ഭക്ഷണം, താമസം, ലൈംഗിക ബന്ധം, അതൊക്കെ ഭാഗത്ത് തന്നെയാണ്. ഫമല്ലം യസ്തതി, അതിനാർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പിനെ നിർബന്ധമാക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അവന്റെ ആ പ്രശ്നം ഭക്ഷണം ഒഴിവാക്കിയാൽ പരിഹരിക്കപ്പെടുന്നതാകുന്നു. ലൈംഗിക അസംതൃപ്തിയുടെ മുഖ്യ കാരണം അമിതമായ ഭക്ഷണം. ലൈംഗിക അസംതൃപ്തിയുടെ മുഖ്യമായ കാരണം അമിതമായ ഭക്ഷണ രീതിയാകുന്നു, ലാവിഷായ ഭക്ഷണ രീതിയാകുന്നു. അനുവദിക്കപ്പെട്ട ലഹരിയായി ലാവിഷായ ഭക്ഷണ രീതി നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അനുവദിക്കപ്പെട്ട ലഹരിയായി ലാവിഷായ ഭക്ഷണ രീതി നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം വരെ, രാജ്യവും രാഷ്ട്രവും ഭരണമൊക്കെ പിന്നല്ലേ, കുടുംബജീവിതം വരെ തകരാറാകുന്നതിൽ അത് വലിയ സ്വാധീനം വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തെ നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് അവനെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഓനെ കണ്ട ആൾക്കാർ വരും. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് വലിയൊരു വയത് പറയുന്ന ആളൊന്നുമല്ലല്ലോ, പക്ഷെ കുറച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തേ കാരണം? ജീവിതമാണ് അതിൻ്റെ കാരണം. ജീവിതം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുത്ത കാലത്ത് കേരളീയർക്കിടയിൽ ഇങ്ങനെ സ്വാധീനം ഉണ്ടാക്കിയ മറ്റൊരു മനുഷ്യല്ല. വലിയ പ്രഭാഷകനല്ല, താഴേക്കടയിലേക്ക് ഇറങ്ങി വന്ന് പോസ്റ്റർ ഒട്ടിച്ച ഒരു നേതാവും അല്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യനാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്താ പ്രത്യേകത? ജീവിതമാണ് പ്രത്യേകത. തസവൂഫായിരുന്നു മഹാനവറുകളുടെ അൽ ഹസറിലെ പഠന വിഷയം. അത് അതേപോലെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാലോ. രാത്രി 2 മണിക്ക് ബാത്റൂമിൽ വീണതാണ് മഹാനവറുകൾ അവസാനമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ കാരണം. നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, എന്താ ആ പെരയിൽ തങ്ങളെ നോക്കാൻ ആരും ഉണ്ടായില്ലേന്ന് തോന്നും. കിടക്കുന്നത് 1 മണിക്കാണ് എല്ലാവരും കൂടി. പിന്നെ 2 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നീക്കുമ്പോൾ ആർക്കാ അതിന് കഴിയുക? അദ്ദേഹത്തിനല്ലാതെ. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വ്യക്തിത്വമാണ് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. 950 കൊല്ലം ഞാൻ വേദ പറഞ്ഞാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമായിട്ടില്ലെങ്കിൽ ഈ ക്യാമ്പ് കൊണ്ടൊരു കാര്യമില്ല. ഈ ക്യാമ്പ് കൊണ്ടും ഈ പരിപാടി കൊണ്ടും യാതൊരു പ്രയോജനമില്ല നമ്മൾക്ക് മനസ്സിലാക്കണം. ഈ കാലം കൊണ്ട് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ വർഷം നമുക്കെന്ത് മാറ്റമുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ ആയുസ് നമുക്ക് മെച്ചമായി. ദീർഘായുസിന് നമ്മൾ തുറക്കുമല്ലോ. എന്താ കാരണം? എന്തിനാ ദീർഘായുസിന് വേണ്ടി തുറക്കുന്നത്? അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ ദീർഘായുസ് തരണേന്ന് നമ്മളെല്ലാവരും തുറക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. ശരിക്കും അപകട മരണം എന്ന് പറഞ്ഞാൽ ഷഹീദിന്റെ കൂലി ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അതിനെ തൊട്ട് കാക്കാനും ദീർഘായുസിനും തുറക്കുന്നത്? ദീർഘായുസ് എന്ന് പറഞ്ഞത് ഈമാന്റെ വർധനവിന് വേണ്ടിയിട്ടാണ്. 80 വയസ്സുള്ള ആൾക്കും 85 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. ഒരു കൊല്ലം കൂടുതൽ ജീവിച്ചാൽ ഒരു കൊല്ലത്തിനുള്ള ഈമാൻ കൂടിയിരിക്കണം. അതാണ് ആയുസ്സിന്റെ പ്രത്യേകത. മുഅ്മിനായ മനുഷ്യന് ദീർഘായുസ് കിട്ടുന്നത് ഈമാൻ കൂടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കൊല്ലത്തിൽ നമ്മളിൽ എന്ത് മാറ്റമുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്. എന്ത് മാറ്റം നമ്മളിലുള്ളത്? കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് എല്ലാ റബീഉൽ അവ്വൽ മാസമാണെങ്കിലും 1 മാസം മുമ്പും 1 മാസം ശേഷവുമായിട്ട് നമ്മൾ നബി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറയും. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ നമ്മൾ പഴയമായി തന്നെ ആകുകയാണല്ലോ. റബീഉൽ അവ്വൽ കഴിയുമ്പോഴും നമ്മളിൽ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമായിട്ട് ജീവിതത്തിൽ മാറ്റം വരണം. ചിന്തകളിൽ വരെ മാറ്റം വരണം. ചലനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചലനം ചിന്താപരമായ ചലനമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക എന്നത് മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തമല്ല. മുസ്ലിം ചിന്തിക്കണമെങ്കിൽ അവൻ്റെ ചിന്തക്കൊരു റൂട്ടുണ്ട്. ആ റൂട്ടിനനുസരിച്ചാണ് അവൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ മാറ്റമുണ്ടോ എങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ജീവിച്ചതിന് കാര്യം കിട്ടിയിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോഴും ഭയമാതിരി തന്നെയാണ്, ആ പറച്ചിൽ തന്നെയാണ്, ആ വർത്താനം തന്നെയാണ്, ആ കളിയാക്കൽ തന്നെയാണ്, ആ പരിഹാസം തന്നെയാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ ഇതേമാതിരത്തെ 10,000 ക്യാമ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല.
ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായി ജീവിതത്തിൻ്റെ മാറ്റത്തെ എടുക്കാൻ നമുക്ക് സാധ്യമാവണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ര ഓതിയിട്ടുണ്ടാവില്ല. കാരണം എന്താ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 വയസ്സാണ് ജീവിച്ചിട്ടുള്ളത്. മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗമായപ്പോഴേക്ക് ഖുർആൻ മുഴുവൻ ഇറങ്ങി തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഷാഫി ഇമാം ഓതി അത്ര ഏതായാലും ഓതിയിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ് ഖബറടക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് നേരത്തെ ആ സ്ഥലം നിശ്ചയിച്ച് അവിടെ പോയിരുന്നിട്ട് 40,000 ഖത്തം തീർത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ര ഓതിയിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു സെക്കൻഡ് സമയം മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിച്ച ഒരു സ്വഹാബിയുടെ അടുത്തേക്ക് ഒരു താബിയോ തബഇ താബിയോ എത്തില്ല. എന്താ കാരണം? ഈമാനാണ് അതിൻ്റെ പ്രത്യേകത. ഈമാനാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആ മാറ്റം കാണാമായിരുന്നു. ഒരു സെക്കൻഡ് നബിയുടെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ ജീവിതത്തിൽ ആ മാറ്റം കണ്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വാക്ക്, പ്രവൃത്തി തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ജീവിതത്തിൽ മാറ്റം വരണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാണ്, 24 മണിക്കൂർ സമയത്തേക്ക് അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ 25ാമത്തെ മണിക്കൂർ മുതൽ അവൻ്റെ ജീവിതം മാറിയിരിക്കും. ഇതൊരു സത്യമാണ്. നമ്മളെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം നമ്മളെ വർത്താനാണ് എന്നെങ്കിലും ഈ ക്യാമ്പ് കൊണ്ട് മനസ്സിലായാൽ ഈ ക്യാമ്പ് നമുക്ക് ഉപകാരപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഞ്ചോടിഞ്ച് പിന്തുടരണം, ചാണോട് ചാണ് പിന്തുടരണം. എന്തിലെല്ലാം സാധ്യമാവോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബിത്തീഹ് ബത്തക്ക കിട്ടി, ഒരു ബത്തക്ക. കുറേ സമയം അതിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വലതുവശത്ത് ഇരിക്കുന്ന ആൾക്ക് കൊടുത്തു. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, താങ്കൾ ബത്തക്ക കഴിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിക്കാത്തത് കൊണ്ടല്ല, അള്ളാന്റെ റസൂൽ എങ്ങനെയാണ് ബത്തക്ക മുറിച്ചത് എന്ന് ഓർമ്മ വരുന്നില്ലാന്ന്. മുത്തബിഉ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ താടി വെച്ചിരുന്നു എന്നത് ഹദീസിൽ നസ്സല്ലേ? നബി തങ്ങൾ താടി വളർത്തിയിരുന്നു എന്നത് ഹദീസിൽ നസ്സാണ്, വളരെ നസ്സാണ്, വ്യക്തമാണ്. ഹദീസിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുണ്യനബി നമ്മളിങ്ങനെ ഇഞ്ചോടിഞ്ച് പിന്തുടരണം. ഏതായാലും നമ്മൾ കുപ്പായിടുണ്ട്, ഏതായാലും ഷർട്ട് ധരിക്കുന്നുണ്ട്, അത് വെള്ള വസ്ത്രമായാൽ സുന്നത്താണ്. ഇൽബസൂ മിൻ സിയാബിക്കുമുൽ ബയാദ വകഫിനൂ ഫിഹാ മൗതാക്കും. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കുപ്പായിടണം. എന്താ അത് വെള്ള കുപ്പായാക്കിയ നമുക്ക്? ഇൽബസൂ മിൻ സിയാബിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ ധരിക്കുക എന്ന് പറയുമ്പോൾ അല്ലാത്തത് ഉണ്ടാവാന്ന് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് സ്ഥിരമായി ഉപയോഗിക്കുന്നത് വെള്ള വസ്ത്രമായിരിക്കണം. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ഉപയോഗിക്കുക. അപ്പൊ അല്ലാത്തത് ഉണ്ടാവാം, അത് എപ്പോഴെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ സ്ഥിരമായി, മുഅ്മിനായ മനുഷ്യൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്ത്രം വെള്ള വസ്ത്രമായിരിക്കണം. സുന്നത്താണ് എന്ന് നിയ്യത്ത് ചെയ്താലേ സുന്നത്തുകളെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറ്റും. ചെറിയ കാര്യം, നല്ലൊരു പെരണ്ടാക്കിയിട്ട് പൈൻ്റ് അടിക്കണ സമയത്ത് പടച്ചോനെ നദാഫത്ത് ഈമാന്റെ ഭാഗമാണല്ലോ എന്ന് നിയ്യത്ത് ചെയ്താൽ സ്വർഗത്ത് പോകാൻ പെര പൈൻ്റ് അടിച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. സ്വർഗത്ത് പോകാൻ അത് മതി. വീടിന്റെ മുമ്പില് 35 രൂപയുടെ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിന്റെ കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന സമയത്ത് അല്ലാഹുവേ, പുണ്യനബിയുടെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിന്റെ സുഗന്ധമാണുണ്ടായിരുന്നതെന്ന് ഹദീസിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ചുവന്ന റോസാപ്പൂവിനെ നട്ടുപിടിപ്പിക്കുന്നതെന്ന് മനസ്സിൽ കരുതിയാൽ സ്വർഗത്തിൽ പോവാൻ വീട്ടിന്റെ മുമ്പിലുള്ള ചുവന്ന റോസാപ്പൂ മതിയാകും. മത്സ്യം കഴിച്ചതിന് ശേഷം മുള്ളൊരുമിച്ച് കൂട്ടിയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വെച്ചിട്ട് അല്ലാഹുവേ, ഇത് ഞാൻ പൂച്ചക്ക് ഭക്ഷണമാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താല് അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി, അല്ലാഹുവിന് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണെന്ന് പുണ്യനബി.
അത് പൂച്ച ആവണമെന്നില്ല. 2800 രൂപയ്ക്ക് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തൈ വീട്ടിന്റെ മുമ്പിൽ കൊടുന്ന് കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകുന്നേരവും എന്നും വെള്ളം നനച്ചു കൊടുക്കുമ്പോ അള്ളാഹുവേ, ഈ തെങ്ങ് നിന്നെ ആശ്രയിച്ച് നിൽക്കുന്നതാണല്ലോ, നിന്നെ ആശ്രയിച്ച് നിൽക്കുന്ന തെങ്ങിന് വളം വെച്ചു കൊടുത്താൽ, വെള്ളമൊഴിച്ചു കൊടുത്താൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകാലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നവൻ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോ മനസ്സിൽ കരുതിയാൽ സ്വർഗത്തിൽ പോവാൻ തെങ്ങും തൈ മതിയാവും. ചെറിയ അമല് കൊണ്ട് വലിയ സ്ഥാനം കിട്ടും. പുണ്യനബി തലമറച്ചിരുന്നു എന്നുള്ള ഉറപ്പാണ്. എല്ലാ ഹദീസിലും പറഞ്ഞിട്ടുണ്ട് പുണ്യനബി തലമറച്ചിരുന്നു. ഒരു നിസ്കാരം തലമറച്ചുകൊണ്ട് നിസ്കരിച്ചാൽ 25 നിസ്കാരത്തിന്റെ കൂലി ഏറെ കിട്ടും. പള്ളിക്ക് തൂണിന്റെ താഴെ കൊട്ടയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയെടുത്ത് കണ്ട് തലയിലിട്ടാൽ ഒരു നിസ്കാരം 25 നിസ്കാരമാവും. അത് ജുമയാണെങ്കിൽ 70 ജുമയുടെ കൂലിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് 70 ജുമയുടെ കൂലിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊപ്പി ധരിച്ച് കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി ധരിച്ച് അതിന്റെ മേലെ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ്. തലപ്പാവ് ധരിക്കലാണ് സ്ഥിരമായിട്ടുള്ള പതിവ്. അങ്ങനെയുള്ള രീതി സ്വീകരിച്ചു. എന്നാൽ ഇടക്കിടക്ക് തൊപ്പി മാത്രമായിട്ടും നബി തങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. എല്ലാവർക്കും 3 തൊപ്പി വേണം, അത് 3 സൈസിലുള്ളതായിരിക്കണം സുന്നത്തിന് വേണ്ടി. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുത. ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീക്കോനേ, അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1.5 മിനിറ്റ് ബാക്കി വെച്ച്